ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ പൈസീസിന് വേണ്ടിയിട്ട് പൈസീസ് സൺ, മൂൺ, അസെൻഡൻറ്റ്, നക്ഷത്രം എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഒരു മാർച്ച് മാസത്തിൻ്റെ മന്ത്ലി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാം മെസ്സേജസ് എല്ലാവർക്കും ബാധിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് റെസൊനേറ്റ് ആവണത് എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾക്കൊരു പേഴ്സണലായിട്ട് കൺസൾട്ടേഷൻ വേണം, പേഴ്സണൽ റീഡിംഗ് വേണം വെച്ചാൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്. പേഴ്സണൽ കൺസൾട്ടേഷൻസ് പെയ്ഡ് സെഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ട്, അവിടെയും നിങ്ങൾക്കത് ചെക്ക് ചെയ്യാം. എൻ്റെ ചാനലിൻ്റെ മെമ്പർ ആവാൻ വേണ്ടിയിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. മെമ്പേഴ്സിന് സ്പെഷ്യൽ പ്രിവിലേജസ് ആണ്. അപ്പോൾ നിങ്ങളത് ചെക്ക് ചെയ്യുക, അതിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. മാർച്ച് മാസം നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്ന് നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ പൈസീസ്, നിങ്ങളുടെ എന്താണ് മാർച്ച് മാസത്തിൻ്റെ ഓവറോൾ എനർജി? മാർച്ച് മാസത്തിൻ്റെ ഓവറോൾ എനർജി ഫോർ ഓഫ് സോഡ്സ് ആണ്. പാസ്റ്റിൻ്റെ എനർജി നിങ്ങൾക്ക് ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ്. കറണ്ട് എനർജി നിങ്ങളുടെ 7 ഓഫ് പെൻറ്റിക്കിൾസ്. എന്താണ് ഫ്യൂച്ചർ എനർജി? ഫ്യൂച്ചറിൽ വരാൻ പോണത് ചാരിയറ്റ് ആണ്. എന്താണ് ചാലഞ്ച്? ഈ മാസം ചാലഞ്ച് 5 ഓഫ് വാൻഡ്സ്. എന്താണ് നിങ്ങളുടെ അഡ്വൈസ് ഫൂൾ. സർപ്രൈസ് ഫാക്ടർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ മാസം 3 ഓഫ് വാൻഡ്സ്. എന്താണ് നിങ്ങളുടെ ഔട്ട്കം? അപ്പോൾ പൈസീസ്, ഞാനിവിടെ കാണുന്നത് 4 ഓഫ് സോഡ്സ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. ഈ മാസം നിങ്ങൾക്ക് ഹെൽത്തിൻ്റെ കാര്യത്തിൽ സൂക്ഷിക്കാണ്ട്. ഓക്കെ, 4 ഓഫ് സോഡ്സ് കുറച്ചൊരു റെസ്റ്റിൻ്റെ എനർജിയാണ്. ഈ മാസം നിങ്ങൾക്ക് നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്ത്, മെൻ്റൽ ഹെൽത്ത്, ഇമോഷണൽ ഹെൽത്ത് അതൊക്കെ കുറച്ച് സൂക്ഷിക്കണം. എത്രയാ പറ്റുന്ന വെച്ചാൽ റെസ്റ്റ് എടുക്കുക. കുറേ ഓവർ വർക്ക് ചെയ്യരുത്. കുറേ കൂടുതൽ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ചില പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അത് സൂക്ഷിക്കുക. ഇവിടെ ഒരു സെപ്പറേഷൻ്റെ എനർജിയും കാണാണ്ട്. മേ ബി ഇവിടെ ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ട്. അപ്പോൾ എന്തോ ഒരു ബ്രേക്കപ്പിൻ്റെ എനർജി ഉണ്ട്, സെപ്പറേഷൻ്റെ എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങൾ റെസ്റ്റ് എടുക്കുകയാണ്. മെൻ്റലി ഏതോ ഒരു പേഴ്സണിൻ്റെ അടുത്തുനിന്ന് പറഞ്ഞാൽ ഇമോഷണലി, ഫിസിക്കലി ഇവരുടെ അടുത്തുനിന്ന് നിങ്ങൾ സെപ്പറേറ്റഡ് ആയിരിക്കാം. നിങ്ങൾ ഫ്യൂച്ചർ ആണ് ഇപ്പോൾ പ്ലാൻ ചെയ്യണത് ഈ മാസം. എന്താ ഇപ്പോൾ നെക്സ്റ്റ് എനിക്ക് എന്താ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നിങ്ങൾ ആ ജംഗ്ഷനിലാണ്. ഏത് ഡിറക്ഷനിലേക്കാണ് പോകേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ട്. ഇപ്പോൾ ഫ്യൂച്ചറിൽ എന്താ ഉണ്ടാവുക, എൻ്റെ ലൈഫിൽ എന്താ വരാൻ പോണേ, അതൊക്കെ നിങ്ങളുടെ മനസ്സിൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ ബർത്ത്ഡേ മന്തുമാണ്. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ പൈസീസ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതൊരു സ്പിരിച്വൽ മാസമാണെന്ന് പറയാം. ഓക്കെ, ഒരു റീബേർത്തിൻ്റെ എനർജി ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ക്വീൻ ഓഫ് പെൻട്രിക്കിൾസ് ആണ് നിങ്ങളുടെ പാസ്റ്റിൻ്റെ എനർജി. ഇവിടെ ഒരു ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എനർജി കാണാണ്ട്. ഈ പേഴ്സൺ നിങ്ങളുടെ ഫാമിലി മെമ്പർ ആവാം, ഫ്രണ്ട് ആവാം. പക്ഷെ എന്തോ ഇവിടെ ഞാൻ കാണുന്നത് ഇത് നിങ്ങളുടെ എനർജിയും ആവാം. ആക്ച്വലി എന്തോ ഒരു സിറ്റുവേഷനിൽ ഒരു മാറ്റം വന്നു ഈ പേഴ്സൻ്റെ കൂടെ. അതല്ല വെച്ചാൽ നിങ്ങളുടെ കരിയറിൽ, റിലേഷൻഷിപ്പിൽ എന്തോ ഒരു വലിയ ഒരു എൻഡിങ് പറഞ്ഞാൽ എന്തോ ഒരു മാറ്റം, വലിയൊരു മാറ്റം, ഒരു എൻഡിങ്, ഒരു പുതിയ തുടക്കം, അങ്ങനത്തെ എന്തോ ഒരു ഷോക്ക് മാതിരി ഒരു എനർജി. അപ്പോൾ നിങ്ങളും ഈ പേഴ്സൻ്റെ ഇടയ്ക്ക് എന്തോ ഒരു വഴക്കുണ്ടായപ്പോൾ കാര്യങ്ങൾ പുറത്തു വന്നു, കുറച്ച് ഷോക്കിംഗ് ആയിരുന്നു. അതല്ല വെച്ചാൽ ഈ പേഴ്സണെ കുറിച്ച് നിങ്ങൾക്ക് എന്തോ അറിഞ്ഞു, അങ്ങനത്തെ എന്തോ ഒരു ഷോക്ക് ആവണ എനർജി ഞാൻ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു എന്തോ എൻഡിങ് ഉണ്ടായി, ഒരു പുതിയ തുടക്കത്തിലേക്കാണ് നിങ്ങൾ പോകണത്. പക്ഷെ ഇവിടെ നിങ്ങളോട് യൂണിവേഴ്സ് പറയണത് പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യാനാണ്. 7 ഓഫ് പെൻറ്റിക്കിൾസ്, നിങ്ങളിവിടെ ഒരു ആൻസറിന് വേണ്ടിയിട്ടായിരിക്കും വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ടായിരിക്കും വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക. യൂണിവേഴ്സ് നിങ്ങളോട് ഈ മാസം കുറച്ച് പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത്. എന്താ വെച്ചാൽ നിങ്ങൾ ഈ മാസം ഐസൊലേറ്റഡ് എനർജിയിലാണ്. ഓക്കെ, നിങ്ങൾക്ക് കൂടുതൽ ആൾക്കാരുടെ കൂടെ നിങ്ങൾ സോഷ്യലൈസ് ചെയ്യണില്ല. തനിച്ച് ഇരിക്കാനാണ് പ്രിഫർ ചെയ്യണേ. ഈ മാസം നിങ്ങൾ വേറെ മറ്റേ ആൾക്കാരുടെ കൂടെ അത്ര കോണ്ടാക്റ്റും ഉണ്ടാവില്ല. പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഈ മാസം പഠിപ്പിന് വേണ്ടിയിട്ടൊക്കെ നല്ലതാണ്. പക്ഷെ ബേസിക്കലി ഒരു തനിച്ചിരിക്കണ എനർജിയാണ് ഞാൻ കാണുന്നത്. ഫ്യൂച്ചറിൽ ഞാൻ ഇവിടെ ചാരിയറ്റ് എനർജിയാണ് കാണുന്നത്. സക്സസിൻ്റെ എനർജി ഉണ്ട്,
ട്രാവൽഡ് എനർജി ഉണ്ട്, മുമ്പോട്ടേക്ക് പോണ എനർജി ഉണ്ട്, ചാരിയറ്റ് ക്യാൻസർ എനർജിയാണിത്. അപ്പോൾ ഫ്യൂച്ചറിൽ നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ഡിസിഷൻസ് എടുക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ കുറേ സക്സസ് വരുന്നുണ്ട്. അത് മാത്രമല്ല, ഏതോ ഒരു അക്വേറിയസ് ലീബ്ര ജെമിനൈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരുന്നുണ്ടാവും. അക്വേറിയസ് ലീബ്ര ജെമിനൈ അല്ലച്ചാൽ ഏതോ ഒരു പാസ്റ്റ് പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരുന്ന എനർജി ഞാൻ കാണുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് 5 of Wands ആണ്. അപ്പോൾ ഈ മാസം നിങ്ങൾക്ക് ചാലഞ്ച് എന്താ വെച്ചാൽ ചില വഴക്ക് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്, വേറെ ആൾക്കാരുടെ കൂടെ കോൺഫ്ലിക്റ്റ് ഉണ്ട്, തേർഡ് പാർട്ടി ഉണ്ട്. ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ കുറേ എഫേർട്ട് ഇട്ട സിറ്റുവേഷനിൽ നിങ്ങൾക്ക് തിരിച്ച് ഒന്നും എഫേർട്ട് ഇല്ല എന്ന് തോന്നുന്നുണ്ടാവും. അതിൻ്റെ കാരണം കുറേ വഴക്കുണ്ടാവണു. ക്ലാരിറ്റി വരുന്നുണ്ട്, പക്ഷേ ഈ ക്ലാരിറ്റി വരണത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. നിങ്ങൾക്ക് ഈ ട്രൂത്ത് വരണ ഈ സിറ്റുവേഷനിൽ എന്തോ ഒരു സൊല്യൂഷൻ വരുന്നുണ്ട്, പക്ഷെ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണ കാര്യങ്ങൾ അത്ര ഇഷ്ടപ്പെടില്ല. യൂണിവേഴ്സ് ഇവിടെ പറയണത് എന്താ വെച്ചാൽ ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കാൻ, ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഒരു ചാൻസ് എടുത്ത് മുമ്പോട്ട് പോകാനാണ് പറയണത്. ഫൂൾ എനർജി എന്താണ്, നിങ്ങൾക്ക് അതിൽ ഇൻട്രസ്റ്റ് ഇല്ല, അതുകൊണ്ടാണ് യൂണിവേഴ്സ് പറയണത് ഇതിലൊരു ചാൻസ് കൊടുക്കാൻ. എന്താ വെച്ചാൽ ഓപ്പർച്യൂണിറ്റി, എന്തോ ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്, പക്ഷെ അത് നിങ്ങൾ റിജക്റ്റ് ആണ് ചെയ്യണത്. യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ റിജക്റ്റ് ചെയ്യണ മുമ്പേ ഇതിനെ നല്ല പോലെ പറഞ്ഞാൽ മനസ്സിലാക്കിയിട്ട് വേണം ഡിസിഷൻ എടുക്കുക. എന്താ വെച്ചാൽ ഈ ഓപ്പർച്യൂണിറ്റി പറയണത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലതാണ്, അപ്പോൾ അതിന് ബ്ലൈൻഡ് ആയിട്ട് റിജക്റ്റ് ചെയ്യരുത്. 3 of Wands ആണ് നിങ്ങളുടെ സർപ്രൈസ് ഫാക്ടർ. അപ്പോൾ സർപ്രൈസ് ഫാക്ടറിൽ ഞാൻ കാണുന്നത് ഇവിടെ നിങ്ങൾ പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് വേണ്ട മാതിരി എന്തോ ഒരു പോസിറ്റീവ് ഔട്ട്കം വരാൻ പോകുന്നുണ്ട്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണത് എന്തോ നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരാൻ പോകുന്നുണ്ട്. ഇത് മോസ്റ്റ്ലി റൊമാൻറ്റിക് ലൈഫിലായിരിക്കും. അതല്ല വെച്ചാൽ ഏതോ ഒരു പേഴ്സൺ, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള പേഴ്സൺ, അവർ നിങ്ങളെ മെസ്സേജ് ചെയ്യാൻ പോകുന്നുണ്ട്. ഔട്ട്കം ഇവിടെ ഞാൻ കാണുന്നത് ക്വീൻ ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഇവിടെ കുറേ ലവ് ഉണ്ട്, പക്ഷേ ഈ ലവ് നിങ്ങളുടെ അടുത്തേക്കാണ് പറഞ്ഞാൽ നിങ്ങൾ സെൽഫ് ലവ് ആണ് പ്രാക്ടീസ് ചെയ്യണം ഈ മാസം. ഞാൻ കാണുന്നത് നിങ്ങൾ എന്തോ ചില ചാപ്റ്റേഴ്സ് നിങ്ങളുടെ ലൈഫിൽ, ചില ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ വിട്ടു പോണു. നിങ്ങൾ മുമ്പോട്ടേക്കാണ് പോണേ. ചില ചാലഞ്ചസ് ഉണ്ട്, ബ്ലോക്സ് ഉണ്ട്, പക്ഷെ നിങ്ങളത് ഓവർകം ചെയ്യാൻ പറ്റും. നിങ്ങൾ കുറേ സ്ട്രോങ് ആണ് ഇമോഷണലി, കുറേ പ്രാക്ടിക്കലായിട്ടാണ് നിങ്ങൾ ഈ മാസം കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യണത്. ചിലവരെ നിങ്ങളുടെ ലൈഫിന് കട്ട് ഓഫ് ചെയ്യണു. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ക്ലാരിറ്റി വന്നിരിക്കണം, അത് ഇങ്ങനത്തെ ആൾക്കാരുണ്ട്, എനിക്ക് വേണ്ടിയിട്ട് ശരിയല്ല എന്ന്. അപ്പോൾ അങ്ങനത്തെ ചില ചാപ്റ്റേഴ്സ്, ചില റിലേഷൻഷിപ്സ് ഒക്കെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് വിട്ടു പോണു, പക്ഷെ അത് നല്ലതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഓറക്കിൾ മെസ്സേജ് പറയണേ? യെസ് എന്നാണ് പറയണേ. ഓക്കെ, അപ്പോൾ ഇത് നല്ല ഒരു പോസിറ്റീവ് മെസ്സേജ് ആണ്. യെസ്. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സും സെലിബ്രേറ്റ് ചെയ്യാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ മാസം. ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഇത് റെസൊനേറ്റ് ചെയ്ത് വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണം തന്നെ മെസ്സേജ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ മെസ്സേജ് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ.